ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സെബാസ്റ്റ്യൻ ടൈംസ് 2025 റെഡി ആയിട്ടുണ്ട്. വേഗം തന്നെ നിങ്ങളെല്ലാവർക്കും അത് കിട്ടുന്നതായിരിക്കും. ഈ സെബാസ്റ്റ്യൻ ടൈംസ് 2025 ഒരു സ്പെഷ്യൽ എഡിഷനാണ്. ഇറ്റ്സ് എ ജൂബിലി ഇയർ. അപ്പോൾ അതിൻ്റേതായ ഒരു സ്പെഷ്യാലിറ്റി ഈ എഡിഷനുണ്ട്. നമ്മൾ സെബാസ്റ്റ്യൻ ടൈംസിന് വന്നിട്ട് 9 പാർട്സ് ആയിട്ടാണ് നമ്മൾ അത് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. മെസ്സേജസ് സ്റ്റാർട്ടിംഗ് ഉണ്ട്, പിന്നെ നിങ്ങൾക്ക് ആർട്ടിക്കിൾസ്, പോംസ്, ഷോർട്ട് സ്റ്റോറി, ടെസ്റ്റിമണി കാണാം. അത് കഴിഞ്ഞിട്ട് ബാപ്റ്റിസം, സോളം, ഹോളി കമ്മ്യൂണിയൻ, മാരേജ്, ഡിപ്പാർട്ടഡ് സോൾസ് ടേബിൾ, ഒരു ഡീറ്റെയിൽസും അതിൻ്റെ ടേബിളും ഉണ്ടാവും. പിന്നെ അച്ചീവ്മെൻറ്റ്സിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്, ക്വിസ്, ഡ്രോയിങ്സ്, പയസ് അസോസിയേഷൻ റിപ്പോർട്ട്സ്, പിന്നെ ക്രൊണോളജിക്കൽ കലണ്ടറിൽ നമ്മുടെ പള്ളിയിലത്തെ റിപ്പോർട്ടുണ്ട്. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദറ്റ് ദർ ഇസ് ഇവൻറ്റ്സ് ആൻഡ് അഡ്വർടൈസ്മെൻറ്റ്. പല ഭാഗത്തായിട്ട് അഡ്വർടൈസ്മെൻറ്റും കാണാം. ഇതിൽ നിങ്ങൾ നമ്മുടെ വാർഡ് വൈസ് റിപ്പോർട്ട് കാണില്ല. അതാണ് ഒരു പുതുമ ഇതിൽ. ഇൻസ്റ്റഡ് എന്താ പറയുക, നമ്മൾ ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈം ദി വാർഡ് വൈസ് റിപ്പോർട്ട് ആർ വെരി സിമിലർ. 16 വാർഡുണ്ട്, അപ്പോൾ ഓൾമോസ്റ്റ് സിമിലർ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് പള്ളിയിലത്തെ ക്രോണോളജിക്കൽ റിപ്പോർട്ടാണ് മോർ ആപ്റ്റ് എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് അതിട്ടുള്ള. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ചേഞ്ചസ് ഉണ്ട് ഈ ഭാഷ. അതേമാതിരി നമ്മൾ ഈ നമ്മുടെ സെബാസ്റ്റ്യൻ ടൈംസ് വായിക്കുമ്പോൾ യു വിൽ ഹാവ് ലോട്ട് ഓഫ് ബൈബിൾ വേഴ്സസ് ഹിയർ ആൻഡ് ദെയർ. ഓക്കെ, അതെങ്ങനെയാണ് നമ്മളത് ബൈബിൾ വേഴ്സസ് ആർ planned in such a way that when you're reading an article or maybe the list of kids who got baptized, അപ്പോൾ അതിനനുസരിച്ചുള്ള വചനമായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ ലുക്കിംഗ് അറ്റ് ദ ഡിപ്പാർട്ടഡ് സോൾസ് ലിസ്റ്റ്, യു വിൽ ഫൈൻഡ് ബൈബിൾ വേഴ്സസ് വിച്ച് ആർ റിലേറ്റിംഗ് ടു ദ ഡിപ്പാർട്ടഡ് സോൾസ്, റൈറ്റ്? അപ്പോൾ നിങ്ങൾക്കത് അവർക്ക് വേണ്ടി, നമ്മുടെ പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ആ ബൈബിൾ വേഴ്സ് ഒന്ന് വായിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സിലാണ് അത് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതിൽ വന്നിട്ട് നമ്മുടെ പള്ളിയിലത്തെ നമ്മുടെ കാറ്റസിസം കുട്ടികളുടെ എഴുതിയ ഡ്രോയിങ്സ് ഉണ്ട്. ഡ്രോയിങ്സൊക്കെ നല്ല ഡ്രോയിങ്സാണ്, അവർക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ക്വിസസ് ഉണ്ട്. അപ്പോൾ ഡ്രോയിങ്സിൽ വന്നിട്ട് നമ്മൾ ഇനിഷ്യലി എല്ലാ ഡ്രോയിങ്സും ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ജെയിൻ ചാട്ടൻ്റെ ഒരു റിക്വസ്റ്റ് ആയിരുന്നു നമുക്ക് കുട്ടികളുടെ പേരും അവരുടെ ക്ലാസ്സും ഒക്കെ ആഡ് ചെയ്യണമെന്ന്. ദാറ്റ് ബിക്കെയിം സ്ലൈറ്റ്ലി ടീഡിയസ്. ഓക്കെ, കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രാവശ്യം കണ്ടക്ട് ചെയ്തത് ഡ്രോയിങ്സ് വന്നിട്ട് കണ്ടക്ട് ചെയ്തത് ഓൺലൈനായിരുന്നു. അപ്പോൾ എല്ലാ കുട്ടികളുടെയും പേരും ക്ലാസ് ഡീറ്റെയിൽസൊക്കെ എടുക്കുന്നത് അത് കുറച്ചൊരു കഷ്ടമായിരുന്നു. ഓക്കെ, സോ ഇറ്റ് ബിക്കെയിം എ സ്ലൈറ്റ്ലി ടീഡിയസ് പ്രോസസ്. സോ ഇനിഷ്യലി ജെയിൻ ചേട്ടൻ ഇങ്ങനെ ഈ റിക്വസ്റ്റ് പറഞ്ഞപ്പോൾ നമ്മൾ അത് കുറേ ട്രൈ ചെയ്തു. അപ്പോൾ അത് ഇനിഷ്യലി നമ്മൾ കുറേ എറേഴ്സായിരുന്നു, മൾട്ടിപ്പിൾ ടൈം കറക്ഷൻ ചെയ്യേണ്ട വന്നു. ഓൾമോസ്റ്റ് ഇറ്റ് ഈസ് ആക്യുറേറ്റ് നൗ. യു വിൽ സീ, ഐ എം ഷുവർ യു വിൽ ബി ഹാപ്പി സീയിങ്, because it was a good request from Jain Chatan, and I'm sure when you see the drawings and your kid's name along with the drawing, you'll be happy. വല്ല ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. ഓക്കെ, അത് വേണിച്ചിട്ടല്ല, ഞാൻ പറഞ്ഞില്ലേ, അത് കുറേ ടീഡിയസ് പ്രോസസ്സായിരുന്നു. കുറേ വർഷം കറക്ഷൻസൊക്കെ നടന്നു. സ്റ്റാർട്ടിങ്ങിലൊക്കെ എറേഴ്സ് തന്നെയായിരുന്നു. പിന്നെ നമ്മൾ നമ്മുടെ സീനു, ജസ്മി, മനോജൊക്കെ കുറേ കറക്ഷൻ ചെയ്തു അതിൽ. അതേമാതിരി ഇനിയൊരു പുതുമ എന്ന് പറഞ്ഞത് നമ്മൾ സങ്കീർത്തനം 100, സാംസ് 100, അത് ലാസ്റ്റ് പേജായിട്ട് നിങ്ങൾക്ക് കാണാം. അതേമാതിരി ജൂബിലി പ്രയർ യു വിൽ സി ഓൺ ദി ബാക്ക് കവർ പേജ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ദയവ് വിചാരിച്ചിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഇതൊക്കെ ആഡ് ചെയ്യാട്ടോ. അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ സെബാസ്റ്റ്യൻ ടൈംസിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള. പിന്നെ നമ്മൾ ആർട്ടിക്കിൾസൊക്കെ കുറേ പ്രാവശ്യം പ്രൂഫ് റീഡ് ചെയ്തിട്ടുണ്ട്. നോട്ട് ജസ്റ്റ് മീ, മൈ ടീം ആസ് വെൽ, we did multiple times of proofreading, right? After doing multiple times of proofreading, we did correct a lot of grammatical issues, sentence structuring, അതൊക്കെ നമ്മൾ കുറേ കറക്ഷൻ ചെയ്തിട്ടുണ്ട്. But there are places where I felt even after reading multiple times, after correcting, I didn't want to change a few of the sentences, right? The reason being, I wanted the original thought to be there, right? അത് നമ്മൾ ആ സെൻറ്റൻസ് സ്ട്രക്ചറിങ് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ ആ ഒറിജിനൽ തോട്ട് പ്രോസസ്സ് മാറുകയാണ്.
So I didn't want that to happen. Originality keep ചെയ്യാൻ വേണ്ടിയിട്ട്, even if there is some minor errors, I said okay, let's leave it because the originality is more important. അല്ലേ? അപ്പോൾ അതിൽ നിങ്ങൾ ചെറിയൊക്കെ തെറ്റുകൾ കണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ബട്ട് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് എറർ ഫ്രീ. ഓക്കെ. പിന്നെ ഇനിയൊരു റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ ലാസ്റ്റ് ഇയർ സെബാസ്റ്റ്യൻ ടൈംസും ഈ കൊല്ലത്തെ സെബാസ്റ്റ്യൻ ടൈംസും കമ്പയർ ചെയ്ത് നോക്കുക. അങ്ങനത്തെ ചെയ്യാണ്ടിരിക്കാൻ നല്ലത്. ബിക്കോസ് ലാസ്റ്റ് ഇയർ സെബാസ്റ്റ്യൻ ടൈംസ് ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ സെബാസ്റ്റ്യൻ ടൈംസ് ആൻഡ് ദിസ് ഇയർ ആസ് ഇറ്റ്സ് ഓൺ ചാം. ഓക്കെ. അപ്പം നിങ്ങളത് അപ്രിഷ്യേറ്റ് ചെയ്യുക. ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി ആർ ഹിയർ ടു ലിസൺ ടു യുവർ ഫീഡ്ബാക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഫീഡ്ബാക്സൊക്കെ പറയാം, അത് നല്ല കാര്യമാണ്. ഓക്കെ. മേ ബി നെക്സ്റ്റ് ഇയർ ചിലപ്പോൾ ഞാനാവില്ല, വേറെ ആൾക്കാരായിരിക്കും, ഹു ആർ ഇറ്റ് ഇസ്, റൈറ്റ്? സോ അറ്റ്ലീസ്റ്റ് വി ക്യാൻ റെക്കോർഡ് ദോസ് ഫീഡ്ബാക്സ് ആൻഡ് വി ക്യാൻ ഷെയർ ഇറ്റ് വിത്ത് ദ നെക്സ്റ്റ് ടീം, റൈറ്റ്? പിന്നെ ഇത് നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഐ മീൻ വി ഹാവ് പുട്ട് ലോട്ട് ഓഫ് എഫേർട്ട് in coming up with the Sebastian times, right? So നമ്മുടെ മാർട്ടിൻ അച്ഛൻ പറഞ്ഞതുമാതിരി വായിക്കുക. ഓക്കെ. നിങ്ങൾ വായിക്കണം. ഇത് വായിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദർ ഇസ് എ ബ്ലെസ്സിങ്. ഇതിന് വേണ്ടിയിട്ട് ഫ്രം day one I know that few people are praying. I myself am praying from day one that whoever reads this book, there should be a blessing for them, right? അപ്പോൾ നമ്മുടെ യുവജനങ്ങൾ, നമ്മുടെ കുട്ടികൾ, പിന്നെ നമ്മുടെ അപ്പനമ്മമാർ, ഓക്കെ, ഓൾ ഓഫ് യു, റൈറ്റ്? ഇതിൽ മലയാളത്തിൻ്റെയും കുറേ ഉണ്ട് കേട്ടോ, ഇംഗ്ലീഷും ഉണ്ട്, മലയാളം ഉണ്ട്. ചിലർക്ക് എന്താ മലയാളം ഇല്ലാത്തതെന്നൊക്കെ, അങ്ങനെയൊന്നുമല്ല, മലയാളമുണ്ട്, ഇംഗ്ലീഷും ഉണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടും വായിക്കാൻ നോക്കുക. ഓക്കെ. ഇഫ് യു ആർ ഏബിൾ ടു റീഡ് ബോത്ത്, വെൽ ആൻഡ് ഗുഡ്, റീഡ് ബോത്ത്. ഇനിയിപ്പോൾ ഏതിലൊന്നാ വായിക്കണ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ല, ഇറ്റ് ഇസ് ഓക്കെ, യു റീഡ് ഓൺലി മലയാളം. ഇനിയിപ്പോൾ ഇംഗ്ലീഷ് അറിയണവർ ഇംഗ്ലീഷ് വായിക്കാം. ബട്ട് പ്ലീസ് റീഡ് ഇറ്റ്. ഓക്കെ. പുട്ട് യുവർ എഫേർട്ട്, റീഡ് ഇറ്റ് ആൻഡ് കീപ് ദിസ് ബുക്ക് ഫോർ എ ലൈഫ് ടൈം, റൈറ്റ്? ഇത് സേഫായിട്ട് എടുത്ത് വയ്ക്കുക. ആൻഡ് ലെറ്റ് ഗോഡ് ബ്ലെസ് യു. താങ്ക് യു വെരി മച്ച്.